കേരളത്തിലെ തന്നെ നീണ്ട തീരപ്രദേശമുള്ള ജില്ലയായ ആലപ്പുഴയിലെ വിളക്കുമാടത്തിൻ്റെ ഫ്രണ്ടിലായിട്ടോ നമ്മൾ നിൽക്കുന്നത്. അതായത് ലൈറ്റ് ഹൗസ്. അപ്പോൾ കല്ലൂസ് ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10 രൂപയുടെ എൻട്രി ഫീസും കൊടുത്ത്, അതുപോലെ ഫോണിലെ ക്യാമറ ആൻഡ് വീഡിയോയ്ക്ക് 20 രൂപയുടെ ഫീസ് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. കയറുന്നതിന് മുന്നേ ഒരു അടിപൊളി മ്യൂസിയം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകൾ ആദ്യം കാണാം നമുക്ക്. 1862 ലൈറ്റ് ഹൗസ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇതിന് പൊതുവെ പറയുന്നത് വിളക്കുമാടം എന്നാണ് കേട്ടോ. ധാരാളം വിനോദസഞ്ചാരികളെയാണ് ഒരു ദിവസവും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. 1500-ലും 1630 പേരെയാണ് ഒരു ദിവസം ഇവിടത്തേക്ക് അനുവദിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ അവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയം വൈകുന്നേര സമയവും രാവിലെയും വരാനായിട്ട് നോക്കുക. എങ്കിലാണ് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദീപമായിട്ടാണ് കേട്ടോ തുടങ്ങിയത് ലൈറ്റ് ഹൗസ്. 1862 മുതൽ 1952 വരെ ഈ സമ്പ്രദായത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഗ്യാസും വൈദ്യുതിയൊക്കെ ലഭിച്ച് ഈ കാണുന്ന നിലയ്ക്കുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ്, വിളക്കുമാടം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപകാരപ്പെടുന്നത്? ഒരു ആവശ്യമില്ലാതെയാണോ ഈ ഒരു വലിയ ഗോപുരം പോലുള്ള സംവിധാനം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഈ വിളക്കുകളുടെയും ലെൻസുകളുടെയും സംവിധാനത്തിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും അത് നമ്മുടെ കടലിലേക്കുള്ള അവർക്ക് കപ്പൽ പൈലറ്റുമാർക്ക് അത് വഴികാട്ടിയായി മാറുകയും ചെയ്യുന്നു കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അവരുടെ സിഗ്നൽ, നമ്മൾ ഫ്ലൈറ്റിനൊക്കെ സിഗ്നൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കപ്പൽ ആൾക്കാർക്കും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, ലൈറ്റ്സ് കൊടുത്ത് അവരുടെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ലൈറ്റ് ഹൗസ്. അപ്പോൾ നല്ല അടിപൊളി ഗോവണിയുടെ, അതായത് നമ്മുടെ തേക്കിൻ തടി കൊണ്ടുള്ള നിർമ്മിച്ച ഗോവണിയിൽ കൂടെ ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. റൗണ്ട് രീതിയിലാണ് ഗോവണി പോയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ചവിട്ടി കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കടലിലെ ബീച്ചിലെ ഒരു വ്യൂ ആണ് കാണുന്നത്. അത് തന്നെ ഭയങ്കര മനോഹരമാണ്. അതുപോലെ തന്നെ ഈ നട്ടുച്ച, ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് പോയത്. ആ സമയത്തും അതിശക്തമായ കാറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാനും ആ വ്യൂ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്ക് ഇതിൻ്റെ മുകളിൽ ചിലവഴിക്കാനുള്ള അനുമതിയുണ്ട്. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലും കൂടുതൽ സമയം നിൽക്കാൻ പറ്റിട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ലൈറ്റാണ് ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല മനോഹരമായ കാറ്റും കൊണ്ട് കുറേ നേരം നിൽക്കാൻ പറ്റി. വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോയി ഇത് കാണിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിക്കൊടുക്കാനും നമുക്ക് സാധിക്കൂലേ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോ കാണാം. ബൈ ബൈ.